Good morning. Today we are going to study about the second part of our module, that is drugs. In the last part we have studied the classification of drugs. Then we have studied the narcotic analgesics. And today we are going to study about antipyretics or synthetic antipyretic analgesics. Synthetic antipyretics analgesics which nowadays belongs to the following groups. One is salicylic acid derivatives, aniline and para-aminophenol derivative, pyrazolin derivative, N-aryl anthralinic acid derivative, aryl acetic propionic acid derivative. Some of the important antipyretic analgesics are described below. So we have to study only some of the synthetic antipyretic analgesics. First, we have to study aspirin. Aspirin is nothing but it is acetyl salicylic acid. So salicylic acid എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അതിൽ COOH ഇവിടെ OH വരുന്നതിനാണ് നമ്മൾ സാലിസിലിക് ആസിഡ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, സാലിസിലിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ ബെൻസീൻ റിംഗ് ഉണ്ട്, ഇവിടെ COOH ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ OH ഗ്രൂപ്പ് ഉണ്ട്. ഈ OH ഗ്രൂപ്പ് മാറി COCH3 ഗ്രൂപ്പ് വരുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് അസിറ്റൈൽ സാലിസിലിക് ആസിഡ്. So this is a method of synthesis. Aspirin is synthesized by acetyling salicylic acid with acetic anhydride or acetyl chloride. അപ്പോൾ acetic anhydride ഓ acetyl chloride ഓ വെച്ച് നമ്മളുടെ സാലിസിലിക് ആസിഡിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് acetyl salicylic acid, and that is known as aspirin. And it can be used for headaches, muscular pain and toothache. Nowadays, this calcium salt of aspirins have fewer undesirable side effects. അപ്പോൾ കാൽസ്യം സോൾട്ട്സ് ആണെങ്കിൽ നമുക്ക് മറ്റേ ആസ്പിരിന്റെ അത്രയും സൈഡ് എഫക്ട്സ് ഇല്ല, fewer undesirable side effects ഉള്ളൂ. And common preparation of soluble aspirin is known as dispirin. So dispirin എന്ന് പറഞ്ഞ പണ്ട് നേരത്തെ പരസ്യമൊക്കെ ഉണ്ടായിരുന്നു. Then nowadays this aspirin have recently got an attention that its ability of the aspirin to inhibit platelet aggression and which may contribute to heart attacks and strokes. അപ്പോൾ നമുക്കറിയാം സ്ട്രോക്ക് പേഷ്യൻസിനും അല്ലെങ്കിൽ നമ്മുടെ സ്റ്റെന്റ് ഇട്ടിട്ടിരിക്കുന്ന പേഷ്യൻസിന് അല്ലെങ്കിൽ ഹാർട്ടിൽ ബ്ലോക്ക് ഉള്ളവർക്കൊക്കെ സാധാരണ നമ്മൾ കൊടുക്കുന്നത് ആസ്പിരിൻ ടാബ്ലറ്റ്സ് ആണ്. അപ്പൊ അതായത് നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സിന്റെ അഗ്രഗേഷൻ, അതായത് നമ്മുടെ പ്ലേറ്റ്ലെറ്റ് അഗ്രഗേഷൻ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ സാധാരണ കൊടുക്കുന്ന ഡ്രഗ് എന്ന് പറയുന്നത് ആസ്പിരിൻസ് ആണ്. അപ്പോൾ ഹെഡ് ഏക്സ്, മസ്കുലർ പെയിൻ, ടൂത്ത് ഏക്ക്, അത് കൂടാതെ വരുന്നതാണ് എന്താണ് to inhibit platelet aggregation. So mode of action of aspirin. Prostaglandins are mediators of pain, inflammation and fever. നമ്മുടെ ബോഡിയിൽ നമ്മുടെ പെയിന്റെയും ഇൻഫ്ലമേഷൻസിന്റെയും ഫീവറിന്റെ ഒക്കെ മീഡിയേറ്റേഴ്സ് എന്ന് പറയുന്നത് പ്രോസ്റ്റോഗ്ലാൻഡിൻസ് ആണ്. So for the production of prostaglandins we need cyclooxygenase. And the aspirin actually irreversibly suppresses or it inactivates the cyclooxygenate. അപ്പോൾ cyclooxygenate എന്ത് ചെയ്യുന്നു? ആസ്പിരിൻ ഇനാക്ടിവേറ്റ് ചെയ്യുന്നു. അപ്പോൾ cyclooxygenase ഇനാക്ടിവേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? പ്രോസ്റ്റോഗ്ലാൻഡിന്റെ പ്രൊഡക്ഷൻ സപ്രസ് ചെയ്യും. സോ പ്രോസ്റ്റോഗ്ലാൻഡിന്റെ പ്രൊഡക്ഷൻ സപ്രസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ പെയിന്റെയും ഇൻഫ്ലമേഷനെയും ഒക്കെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമുക്ക് പെയിൻ ഫീൽ ചെയ്യില്ല. സോ ദാറ്റ് ഈസ് ആക്ച്വലി ദ മോഡ് ഓഫ് ആക്ഷൻ ഓഫ് ആസ്പിരിൻ. ഇനി സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് പ്ലേറ്റ്ലെറ്റ് അഗ്രഗേഷന് വേണ്ട നമുക്ക് എന്താണ്? പ്ലേറ്റ്ലെറ്റ് അഗ്രഗേഷന് വേണ്ട നമുക്ക് thromboxanes ആണ്. Thromboxane stimulates platelet aggregation, so leading to the formation of blood clots. അപ്പോൾ ആസ്പിരിൻ എന്ത് ചെയ്യുന്നത്? ഇവിടെയും നമുക്ക് thromboxanesന്റെയും സിന്തസൈസിന് we need cyclooxygenate, and this aspirin inactivate or irreversibly inactivate this cyclooxygenase. സൈക്ലോഓക്സിജനേസിനെ ഇനാക്ടിവേറ്റ് ചെയ്യും. സൈക്ലോഓക്സിജനേറ്റിനെ ഇനാക്ടിവേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ത്രോംബോക്സിൻ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല, അതുകൊണ്ട് പ്ലേറ്റ്ലെറ്റ് അഗ്രഗേഷൻ ഉണ്ടാവില്ല. അപ്പോൾ രണ്ടിന്റെ പ്രോസസ് സെയിം ആണ്. എന്താണ്? സൈക്ലോഓക്സിജനേസിനെ ഇനാക്ടിവേറ്റ് ചെയ്യും. സൈക്ലോഓക്സിജനേറ്റ് ഇനാക്ടിവേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? പ്രോസ്റ്റോഗ്ലാൻഡിൻസിനെയും സിന്തസൈസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് എന്താണ്? നമ്മുടെ ത്രോംബോക്സൈൻസും സിന്തസൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് രണ്ടിന്റെയും സിന്തസൈസ് പ്രിവെന്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് പെയിൻ ഫീൽ ചെയ്യില്ല, അതുപോലെ തന്നെ ബ്ലഡ് ക്ലോട്ടും സംഭവിക്കില്ല. പക്ഷെ നോൺ സ്റ്റിറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ലൈക്ക് ഡൈക്ലോഫെനാക് ആൻഡ് ibuprofen ആർ റിവേഴ്സിബിളി ഇൻഹിബിറ്റേഴ്സ് ഓഫ് സൈക്ലോഓക്സിജനേറ്റ്. അപ്പോൾ ഇവിടെ ആസ്പിരിൻ എന്ന് പറയുന്നത് ഇറിവേഴ്സിബിൾ ഇനാക്ടിവേഷൻ ആണെങ്കിൽ റിവേഴ്സിബിൾ ഇൻഹിബിറ്റേഴ്സ് ആണ് നമ്മളുടെ ഡൈക്ലോഫെനാക്. നമുക്കറിയാം, നമ്മളെ സാധാരണ നമ്മൾ തൂക്കുന്ന ഓയിൽമെന്റ്സിലുണ്ട്, ചില ഗുളികകളിലൊക്കെ ഡൈക്ലോഫെനാക് ഉണ്ട്.
ibuprofen ഒക്കെ നമുക്കുള്ളതാണ്, ബ്രൂഫിൻ ഒക്കെ നമുക്കുള്ളതാണ്. Then this train names of ആസ്പ്രോ, എമിപ്രിൻ, എക്കോസ്പ്രിൻ. ഇപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഹേർട്ട് പേഷ്യൻസ് ഉള്ള ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവർ കഴിക്കുന്ന എക്കോസ്പിരിനോ എമിപ്രിനോ അല്ലെങ്കിൽ നമുക്ക് ആസ്പിരിൻ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കിട്ടുന്ന ഗുളികകൾ, നിങ്ങൾ ജസ്റ്റ് ഇതുപോലെ നിങ്ങൾക്ക് ഇത് പഠിച്ചു കഴിയുമ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇതിന്റെ ടാബ്ലറ്റ്സിന്റെ ഒക്കെ പുറകെ വരുന്ന അതിന്റെ കണ്ടന്റ്സ് എന്താണെന്ന് വായിച്ചു നോക്കും. ഓക്കെ, അപ്പൊ എക്കോസ്പിരിൻ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കിട്ടുന്ന ആക്ച്വലി എന്താണ്, ആസ്പിരിൻ തന്നെയാണ്. സെക്കൻഡ് ടൈപ്പ് ഈസ് ആക്ച്വലി മീഥൈൽ സാലിസൈലേറ്റ്. നമ്മൾ ആദ്യത്തെ പറഞ്ഞു എന്താ പറയുന്നത്, ആസ്പിരിൻ. ആസ്പിരിനിൽ നമ്മളിവിടെ OH ഗ്രൂപ്പില് ഈ H മാറിയിട്ട് നമ്മളുടെ അസിറ്റൈൽ ഗ്രൂപ്പ് വരെ ചെയ്ത്. ഇവിടെ എന്താണ്, COOHൽ നമ്മുടെ H മാറിയിട്ട് CH3 ഗ്രൂപ്പ് വരുന്നത്. ഇതിനാണ് നമ്മൾ മീഥൈൽ സാലിസൈലേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് മീഥൈൽ സാലിസൈലേറ്റ് ഈസ് യൂസ്ഡ് ആസ് ആൻ അനാൽജസിക്സ്. ഇതാണൊക്കെയാണ് നമ്മൾ സാധാരണ ആദ്യമായിട്ട് യൂസ് ചെയ്തിരുന്ന അനാൽജസിക്സ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മളിപ്പോ നമ്മളുടെ അയോഡെക്സ് എന്ന് പറയുന്ന ഓയിൽമെന്റ് നമുക്ക് ഈ സ്മെല്ല് നമുക്കറിയാം, ഇതിന്റെ സ്മെല്ല് എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്മെല്ലാണ്. സോ അയോഡെക്സിന്റെ സ്മെല്ലാണ്, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ദ ഓയിൽ ഓഫ് വിന്റർ ഗ്രീൻ. ആ സ്മെല്ല് വരുന്നതാണ്. ദിസ് ഇസ് ആക്ച്വലി ദ മെയിൻ കണ്ടന്റ് ഓഫ് പെയിൻ റിലീവിംഗ് ഓയിൽമെന്റ്സ് ലൈക്ക് അയോഡെക്സ്. അപ്പോൾ പെയിൻ റിലീവിംഗ് ഓയിൽമെന്റ്സിന് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ മീഥൈൽ സാലിസൈലേറ്റ്. The third synthetic antipyretic drug or analgesic drug is paracetamol. That is para-acetaminophenol. It is also known as acetaminophen, and this is N-acetyl para-aminophenol. This N-acetyl para-aminophenol. Para-aminophenol എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ നമുക്കറിയാം ഇവിടെ OH ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ അമീൻ ഗ്രൂപ്പ്, ദാറ്റ് ഈസ് NH2 ഗ്രൂപ്പ് ആണ്. അപ്പൊ NH2 ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ OH ഗ്രൂപ്പ് ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് പാരാ അമിനോ ഫിനോൾ. ഫിനോൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബെൻസീൻ റിംഗിൽ OH മാത്രം വരുന്നതിനാണ് നമ്മളുടെ ഫിനോൾ എന്ന് പറയുന്നത്. ഫിനോളിന്റെ പാരാ പൊസിഷനിൽ NH2 വരുമ്പോൾ വരുന്നതാണ് പാരാ അമിനോ ഫിനോൾ. അതില് ഈ NH2 ഗ്രൂപ്പിലെ ഒരു H മാറിയിട്ട് അസിറ്റൈൽ ഗ്രൂപ്പ് വരുന്നു, COCH3 ഗ്രൂപ്പ് വരുന്നതിന് പറയുന്നതിന് N-acetyl para-aminophenol, and this is called the paracetamol. ഓക്കെ, നിങ്ങൾ ഇത്രയും സിന്തസിസിനെ കുറിച്ച് ഇത്രയൊക്കെ പഠിച്ചാൽ മതി. അപ്പോ പാരസെറ്റാമോള് നമുക്ക് സിന്തസൈസ് ചെയ്യാനായിട്ട് എന്താണ്, ആദ്യം നമ്മൾ പാരാനൈട്രോഫിനോളിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യുമ്പോൾ പാരാ അമിനോഫിനോൾ കിട്ടും. അതിന് നമ്മൾ അസിറ്റൈലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് N-acetyl para-aminophenol കിട്ടും. സോ ദിസ് ഈസ് ദ സിന്തറ്റിക് പ്രൊസീജിയേഴ്സ്. Then uses എല്ലാവർക്കും അറിയാം, ഇറ്റ് ഈസ് അനാൽജസിക് ആൻഡ് ആന്റിപൈററ്റിക് പ്രോപ്പർട്ടി. നമ്മൾ സാധാരണ നമുക്ക് പനി വന്നാലും ജലദോഷം വന്നാലും മേലുവേദന വന്നാലും പിന്നെ എന്താ പറയുന്നത്, പിന്നെ നമ്മുടെ കാലുവേദന വന്നാലും അല്ലെങ്കിൽ കാലിൽ നീര് വന്നാലും എപ്പോഴും എല്ലാവരും ആ ഒരു പാരസെറ്റമോൾ എടുത്ത് കഴിക്കുക എന്ന് സാധാരണ പറയാറുണ്ട്. So paracetamol have analgesic and antipyretic property. It is used to relieve mild to moderate pain. Its toxic effects are less severe and therefore it is considered somewhat safer to use. The analgesic effect has been found to be quite broad based. അതാ ഞാൻ പറഞ്ഞേ, അനാൽജസിക്സ് എന്ന് പറയുന്നത് നമുക്ക് ഏത് പെയിൻ, അതായത് നടുവേദന, കാലുവേദന, പല്ലുവേദന, ഇതിനൊക്കെ നമ്മൾ പാരസെറ്റമോൾ എടുത്ത് നമ്മൾ കഴിക്കാറുണ്ട്. Hence paracetamol is being used quite extensively these days. It is however not recommended for children under 3 years or for the use of more than 10 days. The usual recommended dose is 1 tablet of 500 mg every 4 hours. Overuse of paracetamol, especially when combined with alcohol, has been linked to liver and kidney damage. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം ഇതാണ്, പാരസെറ്റാമോൾ നമ്മൾ കഴിക്കുന്നതൊക്കെ നല്ലതാണ്, പനി വരുമ്പോൾ കഴിക്കാം. സാധാരണ പിള്ളേർക്ക് പനി വരുമ്പോൾ നമ്മൾ പാരസെറ്റാമോൾ കൊടുക്കാറുണ്ട്. പക്ഷേ നമ്മൾ സ്ഥിരം കഴിക്കുന്ന ചിലർക്കുണ്ട്, ഇപ്പൊ എന്ത് വന്നാലും ഇടയ്ക്കിടയ്ക്ക് പാരസെറ്റാമോൾ കഴിക്കുന്ന ഒരു അസുഖമുണ്ട്. അതായത് നമുക്ക് എല്ലാ ഭക്ഷണത്തിന്റെ കൂടെയും പാരസെറ്റാമോൾ കഴിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അങ്ങനെയുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ കിഡ്നി പോകാനായിട്ട് അധികം താമസമില്ല. നമ്മൾ ആവശ്യമുള്ളപ്പോൾ മാത്രം മരുന്ന് കഴിക്കുക. നല്ല പനിയാണെങ്കിൽ, അത് ചെറിയൊരു പനിയൊക്കെയാണെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്, റെസ്റ്റ് എടുക്കുക. നല്ല പനിയാണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, പാരസെറ്റാമോൾ കഴിക്കുക. അത് നല്ല പനിയാണെങ്കിൽ മാത്രം, അതായത് നല്ല വിറച്ചു തുള്ളുന്ന പനിയൊക്കെ വരികയാണെങ്കിൽ പാരസെറ്റാമോൾ എടുത്ത് കഴിക്കുക. പനി മാറിയെങ്കിൽ പാരസെറ്റാമോൾ ഉപയോഗം നിർത്തുക. അല്ലാതെ പനി വരുമെന്ന് പേടിച്ച് പാരസെറ്റാമോൾ കഴിക്കുന്നത് ദയവ് ചെയ്ത് ഒഴിവാക്കുക. നിങ്ങളുടെ കിഡ്നി പോകാനായിട്ട് അധികം താമസമില്ല. ഇതിന്റെ ട്രേഡ് നെയിംസ് എന്ന് പറയുന്നത് ക്രോസിൻ, മെറ്റാസിൻ, കാൽപോള്, ടൈലിനോള് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കിട്ടുന്ന ഡോളോ, ഇതെല്ലാം പാരസെറ്റാമോൾസ് ആണ് നമുക്ക് അറിയാം. So next category is phenyl butazone, that butazolidine.
Structure have been established are 4N-butyl 1,2-diphenyl pyrazolidine 3,5-diol. ഇതാണ് സ്ട്രക്ചർ നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ഇത് സ്ട്രക്ചർ പഠിക്കാൻ നിൽക്കണ്ട, പേര് നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. അല്ലെങ്കിൽ ഫിനൈൽ ബ്യൂട്ടാസോൺ, അതിന്റെ യൂസസിലേക്ക് എടുക്കാം. So phenyl butazone is being used at present for the relief of many forms of arthritis. നമ്മുടെ വാദം പോലുള്ള അസുഖത്തിനൊക്കെ നമ്മൾ സാധാരണ പെയിൻ റിലീഫ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫിനൈൽ ബ്യൂട്ടാസോൺ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പ്രിൻസിപ്പൽ യൂസ്ഫുൾനെസ് ലൈസ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് painful symptoms associated with the gout, rheumatoid arthritis, psoriatic arthritis, rheumatoid spondylosis and painful shoulders. ഇങ്ങനെയുള്ള വരുന്ന സന്ധി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കെല്ലാം സാധാരണ യൂസ് ചെയ്യുന്ന പെയിൻ റിലീഫിംഗ് ഏജന്റ് ആണ് ഫിനൈൽ ബ്യൂട്ടാസോൺ എന്ന് പറയുന്നത്. It acts more than an analgesic and it reduces swelling by anti-inflammatory actions. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന എന്താണ്, സ്വെല്ലിങ്സ് കുറയ്ക്കുകയാണ്, അനാൾജസിക്സ് ആയിട്ടാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ആന്റിപൈററ്റിക് പ്രോപ്പർട്ടി ഇതിന് വളരെ കുറവാണ്. Since it has many undesirable side effects, it should be used only under strict medical supervision. അപ്പൊ ഇത് നിങ്ങൾ ഇനിയിപ്പോ നിങ്ങൾ ഡ്രഗ്സ് പഠിച്ചു, അപ്പൊ ഇത് നമുക്ക് ഡ്രഗ്സ് ഞങ്ങൾ കെമിസ്ട്രി അവരുടെ ലൈഫിൽ കുറെ ഡ്രഗ്സുകളൊക്കെ പഠിച്ചിട്ടുണ്ട്, ഇനി നമുക്ക് സ്വന്തമായിട്ട് ട്രീറ്റ്മെന്റ് തുടങ്ങാം, എനിക്ക് ഷോൾഡർ വേദന എന്നാ കുറച്ച് ഫിനൈൽ ബ്യൂട്ടാസോൺ എടുത്ത് കഴിച്ചേക്കാം എന്ന് പറഞ്ഞ് കഴിച്ച് എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കെമിസ്ട്രി ടീച്ചർമാർ കുറ്റം പറയരുത് എന്നുള്ള കാര്യം പ്രത്യേകം പറയുകയാണ്. ദെൻ അടുത്തതെന്ന് പറയുന്നത് that is മെഫെനാമിക് ആസിഡ്. This is important compound belongs to N-aryl anthranic acid group of analgesics. It is primarily a non-steroidal anti-inflammatory agent possessing analgesic properties. അപ്പൊ ഇതിന് N-aryl anthranic acid ഗ്രൂപ്പിന്റെ നമ്മൾ അനാൽജസിക്സിനെ നമ്മൾ പറയുന്ന പേരാണ് മെഫിനാമിക് ആസിഡ് എന്ന് പറയുന്നത്. Mefenamic acid is somewhat superior to aspirin as an analgesic. Aspirin superior ആണ്. This drug has a lower incidence of gastrointestinal bleeding than aspirin. So aspirin side effects ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മൾ സാധാരണ ആസ്പിരിൻ കഴിക്കുന്ന ഡോസേജ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ ത്രോട്ടില് അല്ലെങ്കിൽ ഇൻഡസ്റ്റൈനിലൊക്കെ നമുക്ക് ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മൾ സാധാരണ ചുമക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ ആസ്പിരിൻ കഴിക്കുന്നവർക്ക് പെട്ടെന്ന് ത്രോട്ടിൽ നിന്ന് ബ്ലഡ് വരുന്നതായിട്ടൊക്കെ കാണാൻ സാധിക്കും. അത് ആസ്പിരിൻ ഈ ഇൻഡസ്റ്റൈനിലെയും ട്രാക്കിലേക്കുള്ള നമ്മളുടെ ആ സെൽസിനെ അല്ലെങ്കിൽ അതിന്റെ ബ്ലഡ് വെസൽസിനെ ഒക്കെ നമ്മൾ ഇങ്ങനെ എന്താ പറയുന്നത്, അതിന്റെ തൊലിയൊക്കെ പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഈ മെഫിനാമിക് ആസിഡിന് അത്രയും സൈഡ് എഫക്ട്സ് ഇല്ല എന്ന് പറയും. However, diarrhea, drowsiness and headaches accompany its use. So therefore it is used only to a limited extent. ഇതും നമ്മള് ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നിങ്ങൾക്ക് തോന്നിയ പോലെ നിങ്ങൾ ദയവ് ചെയ്ത് ഉപയോഗിക്കരുത്. കാരണം ഇതെന്താണ്, ഇതിന്റെ സൈഡ് എഫക്ട്സ് നോക്കിയേ, വയറിളക്കം, തളർച്ച, പിന്നെ ഹെഡ് ഏക്ക്, ഇതെല്ലാം ഇതിന്റെ സൈഡ് എഫക്ട്സ് ആണ്. അപ്പൊ ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നിങ്ങൾ ദയവ് ചെയ്ത് ഈ മെഫിനാമിക് ആസിഡും നമ്മൾക്ക് വേദന വരുമ്പോൾ കഴിക്കരുത്. ഇതിന്റെ ട്രേഡ് നെയിം എന്ന് പറയുന്നത് എന്താണ്, മെഫിറ്റാൽ, ദെൻ പോൺസ്റ്റൽ, മെഫാൽ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ മെഫിനാമിക് ആസിഡിന്റെ ഫോർമുലേഷൻസ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കും. ഓക്കെ, അപ്പൊ ഇതിന് ആസ്പിരിനേക്കാളും എഫക്ട് കുറവാണ്, അല്ലെങ്കിൽ സൈഡ് എഫക്ട്സ് കുറവാണ് എന്നുള്ള കാര്യം. സോ നെക്സ്റ്റ് കോമ്പൗണ്ട് ഈസ് ഡൈക്ലോഫെനാക്. സോ ഡൈക്ലോഫെനാക് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമാണ്. നിങ്ങളുടെ വീട്ടില് എല്ലാവരുടെ വീട്ടിലുള്ള സാധനമായിരിക്കും ഈ ഓലിനി അല്ലെങ്കിൽ അടുത്ത ജെല്ല്, അതായത് നമ്മുടെ സാധാരണ വേദനയ്ക്ക് യൂസ് ചെയ്യുന്ന ജെല്ലുകളിലെല്ലാം അടങ്ങിയിരിക്കുന്നത് ഡൈക്ലോഫെനാക് ആണ്. നിങ്ങൾ ജസ്റ്റ് ആ ഓയിൻമെന്റ് എടുത്തിട്ട് അതിന്റെ കണ്ടന്റ് വായിച്ചു നോക്കുക. അതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് എന്താണ്, ഡൈക്ലോഫെനാക് ആയിരിക്കും. So the diclofenac is actually belong to aryl acetic group of analgesics. It is a non-steroidal anti-inflammatory drugs and the chemical name is 2-phenyl acetic acid. 2-phenyl acetic acid എന്ന് പറയുമ്പോൾ that is 2,6-dichlorophényl amino phenyl acetic acid നമുക്ക് ഇതിന് വേണമെങ്കിൽ പേര് പറയാം. Then uses എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? So diclofenac is used to treat pain and inflammatory disorders. നമ്മൾ സാധാരണ അറിയാം പെയിനും ഇൻഫ്ലമേഷൻസ് ഒക്കെ റിലീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓലിന് പറ്റാറുണ്ട്. പിന്നെ ദെൻ നമുക്ക് അകത്ത് കഴിക്കുന്ന കിഡ്നി സ്റ്റോൺസ് ഉള്ളവർക്ക്, ദെൻ അക്യൂട്ട് മൈഗ്രെയിൻസ്, മൈൽഡ് ടു മോഡറേറ്റ് പോസ്റ്റ് ഓപ്പറേറ്റീവ് പോസ്റ്റ് ട്രോമാറ്റിക് പെയിൻ, അതായത് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് സിവിയർ പെയിൻസ് ഉള്ളതിനൊക്കെ നമുക്ക് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന മെഡിസിൻ ആണ് ഡൈക്ലോഫെനാക് എന്ന് പറയുന്നത്. അതുപോലെ മസ്കുലോ സ്കെലറ്റൽ കംപ്ലൈൻറ്റ്സ്, അതായത് നമ്മുടെ മസ്കുലോ സ്കെലറ്റൽ കംപ്ലൈൻറ്റ്സ് നമുക്കറിയാം, മസിൽ പെയിൻസ് ഒക്കെ നമ്മൾ സാധാരണ വരുമ്പോൾ നമ്മൾ പുരട്ടാറുള്ള ഓയിൽമെന്റ് ആണ് നമ്മുടെ ഓലിനി എന്ന് പറയുന്നത്. അത് ഇതെന്താണ്, ഡൈക്ലോഫെനാക് ആണെന്ന കാര്യം അറിഞ്ഞിരിക്കും. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ്
medicine that is used as antipyretic and anti-inflammatory and analgesic, that is brufen, ibuprofen. So brufen is a compound belongs to the aryl propionic acid group of analgesics. Aryl propionic acid. Aryl propionic acid. This is propionic acid. Aryl propionic acid group of analgesic. It is again a non-steroidal anti-inflammatory drug used to relieve symptoms of arthritis, fever, and as an analgesic, especially when there is inflammatory component. The name ibuprofen is derived from its trivial name isobutyl propanoic phenolic acid. It is systematic name is 2,4,2-methyl propyl phenyl propionic acid. Uses as core medicine in the World Health Organization as model list of essential medicine, which is a list of minimal medical need for a basic healthcare system. അപ്പോൾ നമ്മൾ ഇതിലെ core medicine ആയിട്ട് World Health Organization approve ചെയ്തിട്ടുള്ള essential medicines വരുന്നതാണ്. Ibuprofen is used primarily for fever, pain, and inflammatory diseases such as rheumatoid arthritis. And unlike aspirin, which is broken down in solution, ibuprofen is stable. Thus, ibuprofen can be made available in topical gel form, which is absorbed through the skin and can be used on spot injuries. So, its name as brufen, Nurofen, Advil, Motrin, ന്യൂപ്രിൻ എക്സെട്ര, ഇങ്ങനെയെല്ലാം നമ്മുടെ പേരുകൾ നമുക്ക് ലഭിക്കുന്ന എല്ലാം എന്താണ്, ബ്രൂഫൻ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. So today we have studied about the synthetic antipyretic analgesics. So അതിൽ നമ്മൾ പാരസെറ്റാമോൾ പഠിച്ചു, അയഡെക്സിന്റെ കമ്പോണൻസ് പഠിച്ചു, വോലിനിയുടെ കമ്പോണൻസ് പഠിച്ചു, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ആസ്പിരിൻ എന്താണ്, നമ്മുടെ ഹാർട്ട് ഡിസീസിന് എന്തുകൊണ്ട് ആസ്പിരിൻ യൂസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ വാലിഡ് ആയിട്ടുള്ള നമുക്ക് ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ ട്രീറ്റ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യല്ല, നമുക്കിത് കുറച്ചൊരു ഇൻഫർമേഷൻസ് വേണ്ടി നമ്മൾ യൂസ് ചെയ്യാണ്. നിങ്ങൾക്ക് കിട്ടുന്ന മെഡിസിൻസ്, ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസ്, അതിന്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനും ഒക്കെയായിട്ട് നമ്മൾ യൂസ് ചെയ്യുക. അതുപോലെ നമ്മൾ ഓവറായിട്ട് ഒരിക്കലും മെഡിസിൻസ് യൂസ് ചെയ്ത മെഡിസിൻ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ യൂസ് ചെയ്യാവുള്ളൂ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത ക്ലാസ് ഓഫ് കോമ്പൗണ്ട്സ് നമുക്ക് പഠിക്കാം. ഓക്കെ, താങ്ക് യു.